ആലില കമ്മ്യൂണിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ബിൽഡിംഗ് എയ്ഡ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഗൂഗിൾ വെബ് ബ്രൗസറിൽ നമുക്ക് സഞ്ജയ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ സഞ്ജയ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് വരുമ്പോൾ തന്നെ നമുക്കിവിടെ LSGD എന്ന് കാണാൻ വേണ്ടി പറ്റും. സഞ്ജയ ദ റവന്യൂ ആൻഡ് ലൈസൻസ് സിസ്റ്റം എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ മാത്രമാണ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും നമ്മൾ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ ഓൺലൈൻ ലോക്കൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺലി ആണ്. ബാക്കിയൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടെ ഗ്രാമപഞ്ചായത്ത് എന്നുള്ളടത്ത് സെലക്ട് ചെയ്ത് സെർച്ച് കൊടുക്കുക. അതിനുശേഷം ഏതാണോ നമ്മുടെ പഞ്ചായത്ത് വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ലാസ്റ്റത്തെ ഓപ്ഷനാണ് ബിൽഡിംഗ് ഏജ് സർട്ടിഫിക്കറ്റ് എന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓണർഷിപ്പ് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ടാക്സ് അടയ്ക്കുന്നതെന്നുള്ളത് ലാൻഡിൻ്റെ ടാക്സും അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ടാക്സും എങ്ങനെയാണ് അടയ്ക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീഡിയോ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ബിൽഡിംഗ് ഏജ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ലാസ്റ്റത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ അപ്പോൾ വാർഡാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇയറാണ് സെലക്ട് ചെയ്ത് കൊടുക്കണേ. 2013 ആണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ വാർഡിൻ്റെ നമ്പർ നമ്മൾ ഏതാണോ വാർഡ് വരുന്നത് വാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഡോർ നമ്പർ നമ്മുടെ വീട്ട് നമ്പർ എത്രയാണോ അതോടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സെർച്ച് കൊടുക്കുക. ചിലപ്പോൾ സബ് നമ്പറൊക്കെ ഉണ്ടാവും. നമ്മൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനുശേഷം നമുക്കിവിടെ നെയിം ഓണറിൻ്റെ നെയിം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെയിമിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ബിൽഡിംഗ് ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആരുടെയാണോ പേരിലുള്ളത് അവരുടെ നെയിം കാണാൻ വേണ്ടി പറ്റും. ബാക്കി ഡീറ്റെയിൽസൊക്കെ കാണാൻ വേണ്ടി പറ്റും. നമുക്കിവിടെ താഴെ ഏജ് സർട്ടിഫിക്കറ്റ് കാണാൻ വേണ്ടി പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്നത് എന്ത് പർപ്പസ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ബാങ്ക് പർപ്പസ് ആണെങ്കിൽ അതിന് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴും ഏതാണോ പർപ്പസ് നോക്കിയിട്ട് അത് വേണം സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ബാങ്കാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. കണ്ടോ ബിൽഡിംഗ് ഏജ് സർട്ടിഫിക്കറ്റ് വരുന്നതായിരിക്കും. എത്ര വർഷമായി അതുപോലെ തന്നെ നമ്പറും എല്ലാം വരുന്നതായിരിക്കും കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.